ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനം നാളെയാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 2:30 മാച്ച് ആരംഭിക്കുന്നത്. രോഹിത് ശർമ്മയും കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തി. അതുപോലെ ശ്രേയസ് അയ്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഏകദിന ടീമിലേക്ക് വരുന്നത്. ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മയും കോഹ്ലിയും തിരിച്ചെത്തിയത് കൊണ്ട് ആരാധകർ ആവേശത്തോടു കൂടിയാണ് നാളത്തെ ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. നാളത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയും ഗില്ലുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. വിരാട് കോഹ്ലി പതിവ് പോലെ തന്നെ വൺ ഡൗണിൽ കളിക്കും. ശ്രേയസിനാണ് 4 നമ്പറിൽ നറുക്ക് വീഴുന്നത്. കീപ്പറായിട്ട് ഋഷഭ് പന്ത് അല്ലെങ്കിൽ രാഹുൽ, ഇവരിൽ ഒരാളായിരിക്കും നാളെ കളിക്കാൻ പോകുന്നത്. റിയാൻ പരാഗ് ഫിനിഷറായിട്ട് ടീമിലുണ്ട്. പേസർമാരായിട്ട് അർഷദീപ് സിംഗ്, സിറാജ് ടീമിലുണ്ട്. മൊത്തത്തിൽ അടിമുടി മാറ്റമാണ് ഏകദിന ടീമിൽ വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ഏകദിന ടീമിൽ എടുത്തിട്ടില്ല. അതുപോലെ പാണ്ഡ്യയുമില്ല. T20 സീരീസ് ഇന്ത്യ ഈസിയായിട്ട് തൂത്തുവാരി. എന്നാൽ ഏകദിനം അതുപോലെ ആയിരിക്കില്ല. ഏകദിനത്തിൽ ശ്രീലങ്ക മികച്ച കളിയാണ് കാഴ്ചവെക്കാറ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും. സോണി എന്ന ചാനലിലാണ് ക്രിക്കറ്റ് ലൈവ് ഉള്ളത്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. രോഹിത് ശർമ്മ, ഗില്ല്, കോഹ്ലി, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, സിറാജ്, അർഷദീപ് സിംഗ്, ഖലീൽ അഹമ്മദ്. രാഹുൽ അല്ലെങ്കിൽ പന്തായിരിക്കും നാളെ കളിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ രാഹുൽ കീപ്പറാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പന്ത് പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താണ്. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കി. ശ്രീലങ്ക ഇന്ത്യക്ക് പോകുന്ന എതിരാളികളാണ്. ഏകദിനത്തിൽ അവരെ വീഴ്ത്താൻ അത്ര ഈസിയല്ല. വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മയും കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. അപ്പോൾ നമുക്ക് നാളത്തെ ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.